എൻ്റെ കോതമംഗലം രൂപതയിലെ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഫാദർ ജോർജി പള്ളിക്കുന്നേൽ തൻ്റെ ജീവിതയാത്രയിൽ അനുഭവിച്ച പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും നമ്മോട് പങ്കുവയ്ക്കുന്നു. ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം ദൈവമാതൃസ്നേഹത്തിലും ദൈവാശ്രയത്തിലും വളർന്നു വന്ന അച്ഛൻ തൻ്റെ ദൈവവിളിയുടെ പിന്നാമ്പുറങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. എൻ്റെ പേര് ഫാദർ ജോർജി പള്ളിക്കുന്നേൽ. താബോർ ധ്യാനകേന്ദ്രം ഏഴുമുട്ടം തൊടുപുഴ അതിന് ഡയറക്ടറായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തെ ദൈവം നൽകിയ നിരവധിയായ നന്മകളെ ഓർത്ത് നന്ദി പറയാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുകയാണ്. മാതൃഭക്തിയിൽ വളരുവാൻ എന്നെ ഏറെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട വേർപെട്ടു പോയ പപ്പയും മമ്മിയുമാണ്. പപ്പയിലും മമ്മിയിലുണ്ടായിരുന്ന മാതൃഭക്തി ഒരു ദിവസം പോലും കുടുംബത്തിൽ ജപമാല മുടങ്ങാറില്ലായിരുന്നു. അവരുടെ മരീഭക്തിയും മാതാവിനുള്ള തീക്ഷ്ണതയും വളരെ ചെറുപ്പം മുതൽ എന്നെ ആകർഷിക്കുകയുണ്ടായി. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും മാതാപിതാക്കളുടെയും മാതൃഭക്തി എന്നെ വളരെ പരിശുദ്ധ മാതാവിലേക്ക് അടുപ്പിക്കുകയുണ്ടായി. ഞാൻ ചെറുപ്പം മുതൽ കുടുംബാന്തരീക്ഷത്തിൽ മാതൃഭക്തി ഉള്ളതുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറ എന്ന് പറയുന്നത് മാതാവിൽ നിന്ന് കിട്ടിയ വലിയ ഉൾപ്രേരണയാണ്. ജപമാല ചെല്ലുവാനും ആവശ്യ നേരങ്ങളിലെല്ലാം മാതാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാനും ഈശോയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ വാങ്ങുവാനും ഈ കാലഘട്ടം വരെ ഈശോ എന്നെ അനുവദിച്ചിട്ടുണ്ട്. 1976 ജൂൺ മാസമാണ് ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠനായ താബോർ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറും 35 വർഷക്കാലം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് 2011 ഫെബ്രുവരി 1-ാം തീയതി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട പെരുമാനപ്പെട്ട റവറോട്ട് അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ 1978 ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിക്കുകയുണ്ടായി. വളരെ കുഞ്ഞായിരുന്ന ഞാൻ ആ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഞായറാഴ്ച വന്ന് പങ്കെടുക്കുമായിരുന്നു. അവിടെയുള്ള ജപമാലയും മാതാവിനോട് സ്തുതിപ്പും മാതാവിൻ്റെ മധ്യസ്ഥതയുടെ പ്രാർത്ഥനയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ആത്മീയ വളർച്ചയിൽ വളർത്താൻ സഹായിക്കുകയുണ്ടായി. അത് 1978 ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ ഏകദിന കൺവെൻഷൻ ആരംഭിച്ചത്. അത് മാതൃഭക്തിയോട് ചേർന്നുള്ള ഏകദിന കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷൻ ഞാൻ വന്ന് ചെറുപ്പം മുതൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ആ ഏകദിന കൺവെൻഷനിൽ പിന്നീട് പ്രായമായി പങ്കെടുക്കുമ്പോഴും ഏറ്റവും മുൻനിരയിൽ നിന്ന് ഉച്ചസ്വരത്തിൽ ജപമാല ചെല്ലുമ്പോഴും യേശുവേ എന്ന് വിളിക്കുമ്പോഴും എന്നെ അനേകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ തന്നെ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് വിശ്രമത്തിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചില ചേച്ചിമാർ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൊച്ച് സെമിനാരി പോകും, ഒരച്ഛനാകും. ആ സമയമൊന്നും വൈദ്യനാകാനുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഒരു IT മേഖലയിൽ പ്രവേശിക്കണം, ഒരു കമ്പനി ഡയറക്ടർ ആകണം, ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹം. 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാണ് ഏത് ജീവിതാന്തസ്ഥ തിരഞ്ഞെടുക്കണം ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ഞാൻ ആലോചിച്ചത്. ഞാൻ 3 രാത്രി എൻ്റെ റൂമിൽ ആയിരുന്ന അവസരത്തിൽ രാത്രി യാമങ്ങളിൽ ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ 3 രാത്രി വാവിട്ട് കരഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായൊരു മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയുണ്ടായി. അമ്മയോടാണ് ഞാൻ ആലോചന ചോദിച്ചത്. അപ്പോൾ എനിക്ക് വെളിപ്പെട്ടത് താബോറിൽ ശനിയാഴ്ച ഏകദിന കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട്. ഈ ആത്മീയ ആനന്ദം മറ്റൊരു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ, അതായത് ഒരു സിനിമ കാണുമ്പോഴോ, നാടകം കാണുമ്പോഴോ, പാട്ട് കേൾക്കുമ്പോഴോ ഒന്നും അനുഭവപ്പെടാറില്ല. ആ ഒരു ആത്മീയ ആനന്ദമാണ് ഒരു വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന ചിന്തയിലേക്ക് ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മേജർ സെമിനാരി എൻ്റെ വൈദിക പരിശീലനം കോട്ടയം വടവാതൂർ സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലായിരുന്നു. അവിടെ പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 6 വർഷക്കാലം ജയിൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് തരികയുണ്ടായി. ജയിൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ജീസസ് ഫ്രട്ടേണിറ്റിയാണ്.
അത് കേരളത്തിലെ അന്നുള്ള 40ഓളം ജയിലുകൾ കയറിയിറങ്ങി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ. 6 വർഷത്തോളം സജീവമായിട്ട് ആ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. ആ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി എനിക്ക് അനുഭവപ്പെട്ടത് ജപമാലയിൽ ഉപവാസമെടുത്ത് ആഴ്ചകളും മാസങ്ങൾക്ക് മുമ്പേ അവധിക്കാലത്ത് പോകാൻ സന്ദർശിക്കാൻ പോകുന്ന ജയിലുകൾ അതിനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ടായിരുന്നു. വൈകിട്ട് അത്താഴം കഴിഞ്ഞും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞും വിശ്രമ സമയത്താണ് ഞങ്ങളങ്ങനെ പോകാനുള്ള വൈദിക വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ടീം ലീഡറായ വൈദികൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി ജപമാലയിലെയും ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ ജപമാലയിൽ പോകുന്ന ആ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നത് എപ്പോഴും കാണുവാൻ സാധിക്കുമായിരുന്നു. ചില ജയിലുകളിൽ സന്ദർശിക്കാൻ അനുവാദം കിട്ടാതെ വന്ന അവസരത്തിൽ അവിടുന്ന് പുറത്തുനിന്ന് ഞങ്ങൾ ജപമാലയിൽ കഴിയുമ്പോൾ ജയിലധികാരികൾ സന്ദർശിക്കാൻ അനുവാദം തരുന്നതും അത് വലിയൊരു അനുഗ്രഹമായി ശുശ്രൂഷ മാറുന്നതും എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ചെറുപ്പത്തിലും വൈദിക പരിശീലന കാലഘട്ടങ്ങളിലും പരിശുദ്ധമ്മയുടെ അത്ഭുതമായ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്ന അച്ഛന് നിരവധി ഇടവകകളിൽ സേവനം ചെയ്യുവാൻ സാധിച്ചു. ഇക്കാലങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ കരുതൽ ദർശിക്കുവാൻ സാധിച്ച നിരവധി അനുഭവങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കോതമംഗലം രൂപതയിലെ ഒരു വൈദികനായി അഭിഷിക്തനാകാൻ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായി മാതാവിൻ്റെ ഇടപെടലായി ഞാൻ കാണുകയാണ്. അഭിമാനത്തോടെയാണ് ഞാനത് ഓർക്കുക. എൻ്റെ ഓർഡിനേഷന് ശേഷം 4 ഇടവകളിൽ കൊച്ചച്ഛനായി സേവനം ചെയ്യുകയുണ്ടായി. ചെമ്മണ്ണാർ, കോതമംഗലം, വാഴക്കുളം, വാഴത്തോപ്പ്. ഇതിൽ 4 ഇടവയിൽ 2 ഇടവയിലും സ്റ്റേഷൻ ദേവാലയം ഉണ്ടായിരുന്നു. ചെമ്മണ്ണാറിൻ്റെ സ്റ്റേഷൻ കല്ലുപാലം ഇടവയായിരുന്നു. വാഴത്തോപ്പിൻ്റെ സ്റ്റേഷൻ പള്ളി താന്തിക്കണ്ടം പള്ളിയായിരുന്നു. ഈ 2 സ്റ്റേഷൻ പള്ളിയുടെയും ചുമതല കൊച്ചച്ഛൻ എന്ന നിലയിൽ എനിക്കായിരുന്നു. ആ 2 ദേവാലയത്തിൻ്റെയും പ്രത്യേകത, ആ 2 ദേവാലയങ്ങളും മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമായിരുന്നു. ആ ഇടവയിലെ ദൈവജനത്തിൻ്റെ മാതൃഭക്തിയും പ്രത്യേകിച്ച് 8 നോമ്പ് തിരുനാളൊക്കെ വലിയ ആത്മീയമായ ഉണർവിന് എനിക്കും ഉപകരിക്കുകയുണ്ടായി. 8 ദിവസം ശക്തമായി നോമ്പ് നോക്കുകയും ദേവാലയത്തിൽ വരികയും ബലി അർപ്പിക്കുകയും ജപമാല ചൊല്ലുകയും ഉപവാസമെടുക്കുകയും ആരാധനയിൽ പങ്കുചേരുകയും അങ്ങനെയൊക്കെ മാതാവിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന വലിയൊരു ദൈവജനം അതിൻ്റെ പൗരോഹിത്യ ആത്മീയ മേഖലയിൽ പ്രത്യേകിച്ച് മാതൃഭക്തിയിൽ വളരുവാൻ എന്നെ ഏറെ സഹായിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ ആദ്യമായി ഒരു ഇടവക വികാരിയായി വരുന്നത് കുരിശുപാറ ഇടവകയിലാണ്. കുരിശുപാറ ഇടവക മൂന്നാറിന് പോകുന്ന വഴിയിലാണ്, തോട്ടമേഖലയാണ്. ആ ഇടവകയിൽ എനിക്ക് 2 സ്റ്റേഷൻ പള്ളിയും കൂടി ഉണ്ടായിരുന്നു. കല്ലാർ, വട്ടയാർ എന്ന് പറയുന്ന 2 ദേവാലയങ്ങൾ. ഈ 2 ദേവാലയത്തിൻ്റെയും ചുമതല എനിക്കായിരുന്നു. കുരിശുപാറ ഇടവകയിൽ ഞാൻ ചെന്ന അവസരത്തിൽ ആ ഇടവക ആരംഭിച്ചിട്ട് 25 വർഷമായിരുന്നു. 25 വർഷമായ ദേവാലയത്തിന് മുഖവാരം ഇല്ലായിരുന്നു, അതിലെ പള്ളിമുറിയില്ലായിരുന്നു. അതെല്ലാം പണിയുവാനും വേണ്ടി ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുവാനും അതെല്ലാം ഒരു വലിയ നന്മയായി മാറ്റാൻ സാധിച്ചത് മാതൃഭക്തിയിൽ അടിയുറച്ച് നിന്നതുകൊണ്ടും ദൈവജനം അതിനോട് സഹകരിച്ചതുകൊണ്ടുമാണ്. പ്രത്യേകിച്ച് കുരിശുപാറ ഇടവകയിൽ ഞാൻ ചെല്ലുന്ന അവസരത്തിൽ 8 നോമ്പ് ആചരണം അവിടെ ഇല്ലായിരുന്നു. മാതാവിൻ്റെ പ്രവൃത്തിരുന്നാൾ ഒരുക്കമായ 8 നോമ്പ് ഞാൻ ചെന്ന വർഷം അവിടെ ആരംഭിച്ചു. നോമ്പിൻ്റെ 4-ാം ദിവസം വെളുപ്പിന് 4 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് എൻ്റെ അനുജൻ എന്നെ ഫോൺ വിളിച്ച് പറയുക, പപ്പയ്ക്ക് രോഗം കൂടുതലാണ്, ഉടൻ തന്നെ വീട്ടിലേക്ക് വരണം. ആ സമയം പപ്പയ്ക്ക് 2 വർഷം മുമ്പ് ക്യാൻസർ എന്ന രോഗം ബാധിച്ചതാണ്. പപ്പയ്ക്ക് 62 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. രാവിലെ കുർബാനയുണ്ട്. നോമ്പിൻ്റെ 4-ാം ദിവസമാണ്. ആ പള്ളി വരുന്ന ഇനത്തിന് കുർബാന മുടങ്ങും. നോമ്പ് അവർക്ക് ആ ദിവസം ശരിയായി നടത്താൻ സാധിക്കില്ല. ഈ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാം. അടുത്ത പ്രദേശത്തൊരു ഇടവകയില്ല, തോട്ടമേഖല ആയതുകൊണ്ട് എൻ്റെ കുരിശുപാറ ഇടവക കഴിഞ്ഞാൽ പിന്നെ വൈദികനുള്ള ഒരു ഇടവക അവിടുന്ന് 17 കിലോമീറ്റർ പോയാൽ മാങ്കുളം ഇടവകയും
15 കിലോമീറ്റർ ദൂരം പോയാൽ കുമ്പമ്പാറ ഇടവയേ ഉള്ളൂ. ഒരു 15-30 കിലോമീറ്റർ ഇടയിൽ ഞാൻ മാത്രമാണ് ഒരു വികാരി എന്ന നിലയിൽ ആ തോട്ട മേഖലയിലുള്ളൂ. അപ്പോൾ അടുത്തുനിന്നൊരു ഇടവയുന്ന ഒരു അച്ഛനെ കിട്ടാത്തതുകൊണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകാം, മാതാവിൻ്റെ 4-ാമത്തെ ദിവസം നോമ്പും കൂടി പങ്കുചേർന്ന് പോകാം എന്ന് കരുതിയിരിക്കുമ്പോൾ 6 മണിയായപ്പോൾ, രാവിലെ 6 മണിയായപ്പോൾ അനുജൻ വിളിച്ച് പറഞ്ഞു പപ്പ മരിച്ചു എന്ന്, ഇനി പതുക്കെ വന്നാൽ മതിയെന്ന്. മാതാവിൻ്റെ നോമ്പ് ജനത്തിന് മുടങ്ങണ്ട എന്നൊരു ചിന്തയിൽ ഞാനവിടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മാതാവാണ് എന്ന് ഞാൻ കരുതുന്നു. പപ്പയുടെ മരണം അതൊക്കെ വലിയൊരു വേദനയായി മാറിയെങ്കിലും അത് കഴിഞ്ഞ് 110 കിലോമീറ്റർ ഞാൻ തന്നെ വാഹനം ഓടിച്ച് വീട്ടിൽ വരുമ്പോഴും ആ വലിയൊരു ആത്മനിയന്ത്രണം എനിക്ക് നൽകിയത് പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടലായി ഞാൻ ഈ സമയം സ്മരിക്കുകയാണ്. പിന്നീട് ഞാൻ അടിമാലി ഇടവയിൽ വികാരിയായി വരുമ്പോൾ എന്നെ ഏറ്റവും അധികം മാതൃഭക്തി വളർത്തിയ ഒരു ഇടവക ദേവാലയം അടിമാലി യൂദാശ്ലീഹയുടെ ദേവാലയമാണ്. യൂദാശ്ലീഹയുടെ ദേവാലയമാണെങ്കിലും ആ ഇടവകങ്ങൾക്ക് മാതാവിനോട് വലിയൊരു സ്നേഹവും ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു. മാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും കുടുംബ കൂട്ടായ്മയിലൊക്കെ ജനം മുഴുവനും ഒരുമിച്ച് ചേരുന്ന ഒരു വലിയൊരു അനുഭവം കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. 8 വർഷം ഞാൻ ആ ഇടവക ദേവാലയത്തിൽ വികാരിയായി ഉണ്ടായിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അനേക ലക്ഷങ്ങളാണ് മൂന്നാറിലേക്ക് ടൂറ് പോകുക. ആ സമയം ആ ടൂറ് വെറും ടൂറായി മാറാതെ മൂന്നാറിൻ്റെ കവാടമായ അടിമാലി വരുമ്പോൾ ഒരു ആത്മീയതയും കൂടി അവർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് അത് ടൂറുമാകും, ഒരു തീർത്ഥാടനമായി മാറും. ഈ ഒരു ചിന്ത വെച്ചാണ് അവിടെ ഒരു റോസറി ഗാർഡൻ പണിയാൻ ഞാൻ ആഗ്രഹിച്ചത്. ആ സമയം ഏറ്റവും വലിയ റോസറി ഗാർഡൻ ഉള്ളത്, ജപമാല ഗ്രാമമുള്ളത് കൊരട്ടിപ്പള്ളിയിലും വല്ലാർപാടത്തുമാണ്. 300 ഇടവകങ്ങളേ ഉള്ളൂ അടിമാലി ഇടവയിൽ. ഭീമമായ ചെലവ് വരുന്ന ആ വലിയ പദ്ധതി സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മ നൽകിയ ഒരു സന്ദേശം, ടീമിന് നൽകിയ സന്ദേശം ഇതായിരുന്നു: മാതാവ് അവിടെ നിന്നുകൊണ്ട് അത് പണിയിപ്പിക്കുന്നതായിട്ടാണ് സന്ദേശം ലഭിച്ചത്. ശരിക്കും അത് അത്ഭുതമായ മാതാവിൻ്റെ ഇടപെടലായിരുന്നു. ആ ജപമാല ഗ്രാമം നിർമ്മിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജപമാല, ആയിരക്കണക്കിന് പേര് 1-2 വർഷം ചെല്ലുകയുണ്ടായി. ചെല്ലാൻ സാധിക്കുന്നവർക്ക് ഞാൻ സ്ലിപ്പ് കൊടുത്തു. അവർ ഒരു ദിവസത്തെ ജപമാല എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം അങ്ങനെ ആയിരങ്ങൾ ജപമാല, 10,000 ലക്ഷക്കണക്കിന് ജപമാല ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് 2 വർഷം കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു ജപമാല ഗ്രാമം അവിടെ നിർമ്മിക്കാൻ സാധിച്ചു. അത് ഹൈ റേഞ്ചിന് മാത്രമല്ല, മൂന്നാറിലേക്ക് പോകുന്നവർക്കും ഒരു ആത്മീയ അനുഭവത്തിലേക്ക് അത് പ്രവേശിക്കുവാൻ സാധിച്ചു. അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലും ജപമാലയുടെ വലിയൊരു സാക്ഷ്യവുമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇടവക സേവനത്തിന് ശേഷം കരിസ്മാറ്റിക് ധ്യാന രംഗത്തേക്കുള്ള അച്ഛൻ്റെ പ്രവേശനം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ്. തുടർന്നങ്ങോട്ട് തൻ്റെ പ്രവർത്തന മേഖലയായ താബോർ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുകളാണ് അച്ഛന് കാണാൻ സാധിച്ചത്. ജപമാല പ്രാർത്ഥനയാണ് ധ്യാനകേന്ദ്രത്തിൻ്റെ ശക്തിയെന്നും അച്ഛൻ ഏറ്റുപറയുന്നു. വൈദ്യനായി മാറിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ലൊരു ധ്യാനഗുരുവായി തീരണം, അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. ഈ തീവ്രമായൊരു ആഗ്രഹം വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷം മുതൽ എന്നിലുണ്ടായിരുന്നു. അത് മാതാവിൻ്റെ ഇടപെടലായി ഞാൻ നന്ദിയോടെ ഈ സമയം സ്മരിക്കുകയാണ്. മാതൃപതി വളരുവാനും ആത്മീയ മേഖല, പ്രത്യേകിച്ച് ധ്യാനഗുരു എന്ന നിലയിൽ എന്നെ ഏറെ വളർത്തിയ ഒരു സ്ഥലം കൂടിയാണ് അടിമാലി സെൻറ്റ് ജൂഡ് ടൗൺ ദേവാലയം. അടിമാലി ഹൈറേഞ്ചുകാർക്ക് വേണ്ടി ആദ്യ വെള്ളിയാഴ്ച ഒരു ഏകദിന കൺവെൻഷൻ ഞാൻ ആരംഭിക്കുകയുണ്ടായി. ആ മാതാവിൻ്റെ ജപമാലയല്ലി ഇപ്പോൾ കിട്ടിയ ഒരു ഉൾപ്രേരണ മൂലമാണ് അവനൊരു ആദ്യപള്ളി കൺവെൻഷൻ ആരംഭിച്ചത്. ആകെ ആരംഭത്തിൽ 1000 പേര് വന്ന ശുശ്രൂഷ 3-4 വർഷം കഴിഞ്ഞപ്പോൾ 4000-5000 പേര് വരുന്ന വലിയൊരു ശുശ്രൂഷയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയുണ്ടായി. പിന്നെ അടിമാലി ബൈബിൾ കൺവെൻഷൻ എന്ന പേരിൽ 8 വർഷത്തോളം തുടർച്ചയായിട്ട് കേരളത്തിൽ പ്രമുഖ ശുശ്രൂഷകർ വന്ന് അവിടെ ബൈബിൾ കൺവെൻഷൻ നടത്തുകയുണ്ടായി. അടിമാലി ആത്മജ്യോതിയിൽ ആരംഭിച്ച ആന്തരികസഭയ്ക്ക് ധ്യാനമാണ് ധ്യാന ശുശ്രൂഷയിൽ ഒരു പുതിയ ഒരു അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ സഹായിച്ചത്.
എന്നോടൊപ്പം ഒന്ന് രണ്ട് ആത്മായ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വെളിപ്പെടുക, അത് ലഭിക്കുക, അതിന് കാര്യസ്ഥമുള്ള ഒരു ധ്യാനഗുരുവായി മാറുക. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ജപമാലയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അടിമാലി വെച്ചാണ് ധ്യാനത്തിൻ്റെ ശുശ്രൂഷ ഒരു കാര്യസ്ഥമുള്ള ഒരു ശുശ്രൂഷയായി പരിശുദ്ധാത്മാവ് മാറ്റിയത്. 2010 ജൂലൈ മാസമാണ് ഞാൻ താബോറിലെ ശുശ്രൂഷകൾക്കായി ഞാൻ കടന്നു വരിക. ആ സമയം താബോറിൻ്റെ ഡയറക്ടറായിരുന്ന റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പള്ളിക്കോന്നലച്ചൻ രോഗാവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഞാൻ ഈ ശുശ്രൂഷയുടെ ആ ചുമതലയുമായി ബന്ധപ്പെട്ട് വരിക. ഇവിടെ വന്നു കഴിയുമ്പോൾ മാതാവിൻ്റെ അടുക്കൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ തത്സമയമുള്ള ദൈവികമായ സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അത് മാതാവിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കാണുകയുണ്ടായി. 2011 അച്ഛൻ്റെ മരണശേഷം താബോറിൻ്റെ ചുമതല ഏൽക്കുമ്പോൾ താബോർ വീണ്ടും ഒരു ബാല്യകാലത്തിലായിരുന്നു. അച്ഛൻ രോഗാവസ്ഥയിലായിരുന്ന അവസരത്തിൽ താബോറിൻ്റെ ശുശ്രൂഷകൾ അല്പം താഴ്ന്നു പോവുകയുണ്ടായി. ധ്യാനത്തിന് ഞങ്ങൾക്ക് 20 പേരും 15 പേരും ഏകദിന കൺവെൻഷനൊക്കെ 100 താഴെ പേര് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ശുശ്രൂഷ എങ്ങനെ ഉയർത്താം, അതിനുവേണ്ടി കണ്ണുനീരോടെ ഞങ്ങൾ ഗ്രൂപ്പ് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ നൽകിയ വലിയൊരു സന്ദേശം ജപമാല ഒരു മാതാവിനെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേയധികം പേര് 40 ദിവസമൊക്കെ മാറി മാറി നോമ്പെടുത്തും ഉപവാസമെടുത്തും അങ്ങോട്ട് ജപമാല ചൊല്ലി വേളാങ്കണ്ണിക്ക് തീർത്ഥാടനം പോയി. താപോ ധ്യാനകേന്ദ്രത്തിൽ ലക്ഷ്യം വെച്ചാണ് ഈ ശുശ്രൂഷ ദൈവം ഉയർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീർത്ഥാടനം നടത്തിയത്. 100-120ഓളം പേര് ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതുവഴിയാണ് താപോൻ്റെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് ജപമാല വഴി വലിയൊരു അത്ഭുതമായ ദൈവികമായ ഇടപെടൽ ശുശ്രൂഷയെ സംഭവിക്കാൻ തുടങ്ങി. 20 പേര് വന്ന ധ്യാനത്തിന് 40 പേരായി, 80 പേരായി, 150ആയി, 200ആയി, 300 പേരായി. പിന്നെ 400 പേരായി തീരാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന് ആത്മാവ് വെളിപ്പെടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിരുന്നു. വീണ്ടും ശക്തമായ ജപമാല ഞങ്ങൾ ആരംഭിച്ചു. ആ ജപമാലയുടെ ഫലമായിട്ട് ശുശ്രൂഷ ദൈവം 400 എന്നുള്ളത് 600 പേര്, ഇപ്പോൾ 700 പേര്, 750 പേര് വരുന്ന ധ്യാനമായിട്ട് താമോറിൻ്റെ ശുശ്രൂഷയെ കർത്താവ് ഉയർത്തി. അതിന് പിന്നെ ജപമാലയുടെ വലിയൊരു കോട്ടയുണ്ട്. മാതാവിന് ശക്തമായ ഒരു ഇടപെടലുണ്ട്. 10,000 താബോറിന് വേണ്ടി ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം ദൈവികമായ ഇടപെടലാണ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ വഴി ഒന്നുകൊണ്ട് മാത്രമാണ്, ജപമാല വഴി മാത്രമാണ് താബോറിൻ്റെ ശുശ്രൂഷ ദൈവം എടുത്ത് ഉയർത്തിയതെന്ന് ഒരു സംശയമില്ലാതെ എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കും. 2011 മുതൽ താബോറിന് ഡയറക്ടറായത് മുതൽ ഞാൻ കഴിഞ്ഞ 7 വർഷം, 2 വർഷം അടിമാലിയിൽ നിന്നും 5 വർഷം നെല്ലിക്കുഴി ഇടവയിൽ നിന്നുമാണ് ഞാൻ വന്നുപോയാണ് ഈ ധ്യാന ശുശ്രൂഷ നേതൃത്വം നൽകിയത്. രാവിലെ ദേവാലയത്തിൽ കുർബാന കഴിഞ്ഞ് ഇടവേള കാര്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം അവിടുന്ന് വാഹനം ഓടിച്ച് വരും. തിരിച്ച് രാത്രി 11 മണി 11:30 12 മണിയോടെ മടങ്ങും. അടിമാലിക്ക് 150 കിലോമീറ്ററും കോതമംഗലം നെല്ലിക്കുഴിക്ക് 80 കിലോമീറ്ററും ഞാൻ കഴിഞ്ഞ 7 വർഷമായി തനിയെ വാഹനം ഓടിച്ച് ഈ ശുശ്രൂഷ നയിക്കുകയായിരുന്നു. വെളുപ്പിന് 2 മണിക്കും 1 മണിക്കും 3 മണിക്കുമാണ് ഞാൻ ഇത് കഴിഞ്ഞ് ചെന്ന് കയറുക. എന്നിരുന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25, 26, 27 വചനം വായിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശിനരികെ മാതാവ് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിലും വലിയ അപകടമോ മരണമോ വരാവുന്ന സംഭവങ്ങളിലൊക്കെ പരിശുദ്ധമ്മയുടെ വലിയ ഇടപെടലും കരുതലും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 7 വർഷം നീണ്ട യാത്ര ചെയ്ത് ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും മാത്രമല്ല, ഞാൻ അടിമാലിയായിരിക്കുന്ന അവസരത്തിൽ കുറേയധികം വർഷം മുമ്പാണ്, 7-8 വർഷം മുമ്പ് ചേരാനെല്ലൂർ പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ 4 ദിവസം ധ്യാനം നടക്കുകയാണ്. 4-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് രാത്രി മടങ്ങി പോകുമ്പോൾ വാഹനം ഓടിക്കുന്ന എനിക്ക് ഉറക്കം വന്നിട്ട് നേര്യമംഗലത്തുള്ള ദേവാലയത്തിൻ്റെ മുൻപിൽ ആ റോഡ് സൈഡിൽ വാഹനം ഒതുക്കിയിട്ട് അരമണിക്കൂർ കിടന്ന് ഉറങ്ങുകയുണ്ടായി. വാഹനത്തിൻ്റെ സീറ്റിൽ ഇരുന്ന് ഉറങ്ങി. അപ്പോൾ ക്ഷീണം മാറി ഉറക്കം മാറി എന്ന് കരുതി വീണ്ടും വാഹനം സ്റ്റാർട്ട് ചെയ്ത് 2-3 മിനിറ്റ് മുൻപോട്ട് പോയതേ ഉള്ളൂ. വാഹനം തൊട്ടടുത്തുള്ള വളവിൽ നേരെ പോയി ഒരു 15 അടി 16 അടി താഴ്ചയിലേക്ക് പറന്നങ്ങ് വീഴുകയുണ്ടായി. ആ താഴെയുള്ള വീടിന്
വീടിന് മുൻവശത്തുള്ളൊരു വലിയൊരു മരമുണ്ടായിരുന്ന മരത്തിലേക്കാണ് ഈ വാഹനം ചെന്ന് കീഴ്പോട്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയ അനുഭവമായിട്ട് ദൈവം വലിയ അപകടത്തിന് രക്ഷപ്പെട്ടു. വാഹനം കണ്ടു കഴിഞ്ഞാൽ, വാഹനത്തിൽ വന്ന് തകർച്ച കണ്ടു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഗുരുതരമായ അപകടം പറ്റി എന്ന ആൾക്കാർക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഒരു പോറൽ പോലും വിലക്കാതെ, ആ അപകടമുണ്ടായ ഒരു ഭയം പോലും ഉണ്ടാകാതെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. മാതാവിൻ്റെ ഇടപെടലായി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഞാൻ അടിമാലിയിൽ നിന്ന് ഒരു ദിവസം താബോറിലേക്ക് വരുമ്പോൾ ഞാൻ ബസ്സിനാണ് വരിക. വൈകിട്ട് 4 മണി കഴിഞ്ഞ് അടിമാലിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് കയറി. ആ ബസ് അടിമാലി പോകുന്നതിന് ശേഷം വനത്തിനുള്ളിൽ വാളറ വെള്ളച്ചാട്ടത്തിന് സമയം വന്നപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ഇത് നിയന്ത്രണം വിട്ട് വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡിലുള്ള കൊക്കയിലേക്ക് ചെരിയുകയുണ്ടായി. ആ വാഹനത്തിന് മുൻവശവും ഡോറിൻ്റെ സൈഡെല്ലാം ഏകദേശം പകുതിയോളം ചെരിഞ്ഞ് താഴേക്ക് നിൽക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഉള്ളിലിരുന്നവരെല്ലാം പിന്നീട് എമർജൻസി വാതിൽ വഴി ഇറങ്ങാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്തെ വാതിൽ വഴിയാണ്, എന്ന് പറഞ്ഞാൽ ഷട്ടർ വഴിയാണ്, യാത്രക്കായിരിക്കും സീറ്റ് വഴിയാണ് ഞങ്ങൾ വിഷമിച്ച് കയറി ഇറങ്ങി എടുത്ത് ചാടുക. ആ സമയം ജവമാലിയിലേക്കൊണ്ടാണ് യാത്ര ചെയ്യുക. പക്ഷെ അതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത് 19 യാത്രക്കാരെ അവിടെ അവരെല്ലാം രക്ഷപ്പെട്ടതിന് ശേഷം, എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം ഒരു യുവാവ് അവിടെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ആ യുവാവ് എൻ്റെ തൊട്ട് മുമ്പ് സീറ്റിൽ ഇരുന്ന വ്യക്തിയാണ്. ആ യുവാവ് പറഞ്ഞു, എന്തോ എനിക്കറിയില്ല, അടിമാലി ബസ് സ്റ്റാൻഡ് മുതൽ ഈ ബസ് കയറിയത് മുതൽ ഞാൻ ജവമാലയിൽ കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്, ദൈവമേ നന്ദി എന്ന യുവാവ് ആ സമൂഹത്തിൽ നിന്നുകൊണ്ട്, ആ റോഡിൽ നിന്നുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മാതാവിൻ്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ വലിയ അപകടം ഞങ്ങൾ അനേകരുടെ ജീവന് തന്നെ ഒരു നഷ്ടമായി മാറിയേനെ. അത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ജപമാലയുടെ അത്ഭുതകരമായ ശക്തി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജപമാല പ്രാർത്ഥന വഴി അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ അച്ഛന് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് ഈ വൈദികൻ. മിസ്റ്റർ ബേസിൽ ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല. നാം ആഗ്രഹിക്കുന്നത് എന്തും 100 ഇരട്ടിയായി വാങ്ങിത്തരുവാൻ, അതും ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരുവാനുള്ള കഴിവ് പരിശുദ്ധ മാതാവിനുണ്ട് എന്ന് മിസ്റ്റർ ബേസിൽ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷയിലും അതേറെ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചത് നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. തിരുവനന്തപുരം RCCയിൽ ബ്ലഡ് ക്യാൻസറായി ചികിത്സയിലായിരുന്ന ഒരു സഹോദരി താബോർ ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ ആ രോഗം സുഖപ്പെടണമേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു ആ വ്യക്തിക്ക്. ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു വെളിപ്പെടുത്തൽ, 70 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കുക, വെഞ്ചിരിച്ച് കൊണ്ടുപോകുന്ന വെള്ളം ഉപയോഗിക്കുക, കർത്താവ് അത്ഭുതമായി സുഖപ്പെടുത്തുന്നതായിട്ടാണ്. 60 ദിവസം ജപമാലയിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു അണു പോലും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യഘട്ടങ്ങളിലും ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദർശിച്ചിട്ടുണ്ട്. ദൈവം നൽകിയ മറ്റൊരു ദൈവികമായ വെളിപ്പെടുത്തലായിരുന്നു. ലിബിയയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി 2016 6 ലക്ഷം രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് 6 മാസമായും ആ തുക വീട്ടിലെത്തിച്ചേർന്നില്ല. ബാങ്കുമായി എന്തോ ഒരു അസ്വസ്ഥത. ആ മേഖലയ്ക്ക് വേണ്ടി അമ്മയാണ് പ്രാർത്ഥന ചോദിച്ചു വരുമ്പോൾ ദൈവം വെളിപ്പെടുത്തുക, 14 ദിവസം ആ നിയമം വെച്ച് ജപമാലയിൽ പ്രാർത്ഥിക്കുക, ദൈവ മേഖലയിൽ ഇടപെടുന്നതായിട്ട്. ആ കുടുംബം ഒന്നടങ്കം 14 ദിവസം ജപമാലയിൽ പ്രാർത്ഥിച്ചു. 13ാമത്തെ ദിവസം 6 മാസമായി കിട്ടാതിരുന്ന ആ തുക എത്തിച്ചേർന്നായി ബാങ്കുകാർ വിളിച്ച് പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ വേദനകളിലും ദുഃഖങ്ങളിലും തകർച്ചകളിലും പ്രശ്നങ്ങളിലും ബന്ധനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ആര് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയിലേക്കും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഈശോ വരുന്നത് എപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. മറ്റൊരു സംഭവം, വിവാഹം കഴിഞ്ഞ് 2 വർഷമായി സന്താന ഭാഗ്യമില്ലായിരുന്നു. അവർ താബോറിൽ വന്ന് ധ്യാനം കൂടുക, ഈശോയെ ഉദരഫലം തരണമേ എന്ന നിയമിച്ച് ധ്യാനസമയത്ത് ദമ്പതികളെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ
ദൈവാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തൽ 60 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കുക, 56 ദിവസത്തിനുള്ളിൽ കർത്താവ് ഉദരഫലം നൽകും. ആ ഭാര്യയും ഭർത്താവും ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഒരു 4 ആഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് ശാരീരികമായി എന്തോ അസ്വസ്ഥത വന്ന് ഒരാശുപത്രിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർമാർ കണ്ടുപിടിക്കുക ആ സഹോദരിയുടെ ഉദരത്തിൽ, ഗർഭാശയത്തിൽ ഒരു സിസ്റ്റ് വളരുന്നുണ്ട് എന്നാണ്. ആ സിസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഗർഭിണിയാകില്ല, അത് മാറാൻ വേണ്ടി മരുന്നെടുക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ധ്യാനം കൂടി ഇങ്ങനെ ഒരു സന്ദേശമുള്ളതുകൊണ്ട് ഭർത്താവ് ചോദിച്ചു, ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കുമോ ഡോക്ടർ? ഡോക്ടർ ഒന്ന് ശാന്തമായി ചിരിച്ചതേ ഉള്ളൂ. എന്നാൽ അവർ ആ സിസ്റ്റ് മാറാൻ വേണ്ടി മരുന്ന് എടുത്തില്ല. 2 ആഴ്ച കഴിഞ്ഞ സഹോദരി വിദേശത്തേക്ക് മടങ്ങി. 1 ആഴ്ചയും കൂടി കഴിഞ്ഞ് അവിടെ ചെന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപം കൊണ്ടതായി അവർക്കറിയാൻ സാധിച്ചു. ഇങ്ങനെ അമ്മയെന്ന് ജീവിതത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവം വരാറുണ്ട്. ഇടവ വികാരി എന്ന നിലയിൽ ദൈവജനത്തിൻ്റെ കണ്ണുനീർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. രോഗം മൂലവും, പ്രശ്നം മൂലവും, കുടുംബ തകർച്ച മൂലവും, ജോലിവാ തടസ്സം മൂലവും, സന്താനഭാഗ്യമില്ലായ്മ മൂലവും, ജീവിതമാങ്ങളുടെ തിന്മ മൂലമൊക്കെ വേദനിക്കുന്ന കണ്ണുനീരുള്ള അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, പൗരോഹിത്യ വലിയൊരു ആഗ്രഹമായിരുന്നു, ദൈവമേ ഇവർക്ക് വേണ്ടി അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങി വരണം. അത് ദൈവം നൽകിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു, ഒരു പുതിയൊരു അഭിഷേകമായിരുന്നു. ജപമാലയിൽ പ്രാർത്ഥിക്കാൻ അവരോട് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി മാതാവിൻ്റെ മധ്യസ്ഥ വഴി ഇടപെടുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വൈദികനായി തീർന്നപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടുക എന്നതായിരുന്നു. ഇന്ന് അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്ന ഈ വൈദികൻ തൻ്റെ ആഗ്രഹം ഫലമണിയുന്നത് കാണുകയാണ്. ഒരു വൈദികനാകുവാൻ ജീവിതത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അനേകായിരം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കണം. നല്ലൊരു ശുശ്രൂഷകനായി ധ്യാനഗുരുവായി മാറുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞാൻ ആശ്രയിച്ചത് പരിശുദ്ധ മാതാവിനെയായിരുന്നു. കാരണം ചെറുപ്പം മുതൽ ഞാൻ കണ്ട വലിയൊരു മാതൃക താബോറിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പള്ളിക്കുന്നലച്ചനാണ്. അദ്ദേഹം സെമിനാരി പ്രൊഫസറായിരുന്നു. അമേരിക്കയിൽ ഡൂക്കെയിൻ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു. പക്ഷെ അദ്ദേഹം ഏറ്റവും വലിയൊരു മരിയഭക്തനുമായിരുന്നു. ഒരു ദിവസം 36 ജപമാല അദ്ദേഹം ചെല്ലുമായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം അടുത്തും ദൂരെ നിന്നും ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ദൈവമേ ശുശ്രൂഷയിലും ധ്യാനത്തിലുമൊക്കെ ദൈവികമായൊരു വ്യക്തിയായി മാറാൻ മാതാവിനെ ആശ്രയിക്കണം. പിന്നെ മാതാവിന് മധ്യസ്ഥയുടെ നിയമം വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ആ മേഖലയിൽ മാതാവ് വഴി ഈശോ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഇന്നൊരു മാസം 1,00,000 പേരോട് നേരിട്ടും ഓൺലൈനിലൂടെ ഏകദേശം 2,00,000-ത്തിലധികം പേരോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. താമോൻ്റെ ശനിയാഴ്ച ശുശ്രൂഷയിൽ ഏകദേശം എല്ലാ ശനിയാഴ്ചയുടെ ശുശ്രൂഷയിലും 14,000 പേരോളം പങ്കെടുക്കുന്നുണ്ട്. ധ്യാനങ്ങളിൽ 750 പേര് പങ്കെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം നന്ദി പറയുക മാതാവിൻ്റെ ഒരു വാക്ക് മാത്രമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്നുമല്ലാതിരുന്ന് എന്നെ ഇത്രത്തോളം ഉയർത്തിയത് പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയ മനോഭാവമാണ്. അവിടെ എനിക്ക് ഏവരോടും പറയാനുള്ളത്, ജീവിതത്തിൻ്റെ ഏത് ആവശ്യമാകട്ടെ, ആത്മീയമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമോ ഭൗതികമായ ആവശ്യമാകട്ടെ, ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ, ജപമാല ചൊല്ലുന്നവരായി മാറിയാൽ, മാതാവിൻ്റെ അത്ഭുതമായ മധ്യസ്ഥയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ഒരു വലിയ അനുഗ്രഹം എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ അമ്മേ എൻ്റെ
ആശ്രയമേ